സാർ, ഇപ്പോ നിലമ്പൂർ ഇലക്ഷന്റെ പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ UDF-ന്റെ സാധ്യതകൾ, അൻവറിന്റെ സാധ്യതകൾ, CPM-ന്റെ എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റുകൾ സാർ? നമുക്ക് ആദ്യം താങ്കൾ ചോദിച്ചിട്ടുള്ള ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അതായത് UDF-ന് അത്രത്തോളം അവിടെ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ഞാൻ ഏറ്റവും ആദ്യം വീഡിയോ ചെയ്തിരുന്നത് അവിടെ UDF 32,000 വോട്ടിന് ജയിക്കും എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഇപ്പൊ PV അൻവറിന്റെ കൂടെ കൂട്ടു നിർത്തിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധ്യത അവിടെ ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ K മുരളീധരനും അത് പറഞ്ഞിട്ടുണ്ട്. അതായത് PV അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ 25,000 വോട്ടിന് മുകളിൽ ജയിക്കുമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അവിടെയുള്ള പഞ്ചായത്തിലെ വലിയ നേതാക്കന്മാർ, അതായത് ലോക്കലായിട്ടുള്ള എല്ലാ നേതാക്കന്മാരും അവകാശപ്പെടുന്നത് ഒരു 12,000 15,000 വോട്ടിന് ജയിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിന് മുമ്പത്തെ തവണ, അതായത് 2016 ഏതാണ്ട് PV അൻവർ ജയിച്ചിട്ടുള്ള 11,000 വോട്ടിനും 15,000 വോട്ടിനും അടക്കാണ് ഇപ്പൊ ഒരു പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ക്ലെയിം അതാണ്. അപ്പൊ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു ക്ലെയിം എങ്ങനെ ചുരുങ്ങി കോൺഗ്രസിന്റെ എന്നുള്ളതാണ്. അതൊന്ന്, ഏറ്റവും ആദ്യം PV അൻവർ വിട്ടുപോയി. ഈ PV അൻവർ വിട്ടുപോയപ്പോൾ ഞാൻ പലതവണ പറഞ്ഞതുപോലെ PV അൻവർ കൊണ്ടുപോകാവുന്ന വോട്ടുകൾ മാത്രമല്ല, യഥാർത്ഥത്തിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഉയർത്തിക്കാട്ടാൻ പോലും പിന്നീട് UDF-ന് കഴിഞ്ഞില്ല. കാരണം UDF ഏറ്റവും ആദ്യം മലപ്പുറം പരാമർശവുമായിട്ട് വന്നു. അതായത് ഒരു വേണമെങ്കിൽ മുഖ്യമന്ത്രി തന്നെ എന്റേതല്ല എന്ന് പറഞ്ഞൊരു മലപ്പുറം പരാമർശവുമായിട്ട്, ഒരു വിഭാഗീയ പരാമർശവുമായിട്ട് അവർ വന്നു. ഏറ്റവും ഒടുവിൽ നമുക്കറിയാലോ, ഇപ്പൊ അവര് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടി പിന്തുണ അവര് വേണം എന്ന് തോന്നിയേക്കാണ്. ജമാഅത്തെ ഇസ്ലാമിക്കോട് ഒരു 2,000 വോട്ട് പോലും ഇല്ലെന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് അവരെ മേടിക്കുന്നത്? അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പൊ UDF-ന് അവിടെ വലിയ തോതിലുള്ള ഒരു ഭയമുണ്ട്. ആ ഭയത്തിന്റെ യഥാർത്ഥ കാരണം, ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ UDF നിർത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ വിചാരിച്ചിരുന്നതിനേക്കാൾ വലിയ തോതിലുള്ള ഒരു ഷൗക്കത്ത് വിരുദ്ധ വികാരം അവിടെ വലിയ തോതിൽ അലയടിക്കുന്നുണ്ട്. അത് നമ്മൾ വെറുതെ ഇപ്പോ പറയുന്നതല്ല. ഇപ്പൊ ഷൗക്കത്ത് വിരുദ്ധ വികാരം എന്ന് പറഞ്ഞാൽ പിണറായി വേണോ ഷൗക്കത്ത് വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഷൗക്കത്ത് വേണ്ട എന്ന് പറയുന്നതാണ് അവിടെയുള്ള പല കോൺഗ്രസ് നേതാക്കളും തന്നെ എന്നോട് പറഞ്ഞത്. അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതാവടക്കം താങ്കൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, നമ്മളൊരു ഹോട്ടലിൽ കയറി സംസാരിക്കുമ്പോഴൊക്കെ അവർ പറഞ്ഞതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെതിരെ വരുന്നിട്ടുള്ള വലിയ ആരോപണങ്ങളാണ്. കാരണം പാട്ടുത്സവം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തുകയും വ്യാപാരികളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പിരിവ് നടത്തുകയും ചെയ്തിരുന്നു എന്നുള്ള ആരോപണമാണ് അവിടെ ഉള്ളത്. അത് ഇത്രത്തോളം വലിയ ശക്തമായിട്ടുള്ള ഒരു ആരോപണമായി മാറുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. കാരണം എന്താ, നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റിയിൽ അത് വലിയ തോതിലുള്ള ഒരു ആരോപണമാണ്. രണ്ടാമത്തെ പ്രശ്നം പാണക്കാട് തങ്ങളെയും മുസ്ലിം ലീഗിനെയും അടക്കം, അല്ലെങ്കിൽ പാണക്കാട് തങ്ങളെയൊക്കെ തന്നെ പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ച ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത്. മൂന്നാമത്തത്, ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളോട് അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാട് എന്നും പുരോഗമനപരമായിരുന്നു. ആ നിലപാടിനൊന്നും നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഇപ്പൊ അങ്ങനെ നിലപാടെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തും ആര്യാടൻ മുഹമ്മദും ഒക്കെ തള്ളിക്കളഞ്ഞിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ മതരാഷ്ട്രവാദവും ഒക്കെ തന്നെയുള്ള കക്ഷികളെ കൂടെ ഇവർക്ക് ചേർക്കേണ്ടി വന്നു. അപ്പൊ അതിൽ ആര്യാടൻ ഷൗക്കത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് പിണറായിസത്തിനെതിരെയോ പിണറായിക്കെതിരെയോ പിണറായി ഗവൺമെന്റിനെതിരെയോ ഇതേവരെ ഒരു ഒച്ചയും ഉണ്ടാക്കാത്ത, ഒരു ശബ്ദം ഫേസ്ബുക്കിൽ പോലും എഴുതാത്ത ഒരാളാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന പ്രചരണം കൊണ്ടുപിടിച്ച് നടക്കുന്നുണ്ട്. അത് CPM-ന്റെ മാത്രം പ്രചരണമല്ല, ഈവൻ കോൺഗ്രസിനകത്തുള്ള ആളുകൾ പോലും പറയുന്നത് അദ്ദേഹം ഫലസ്തീൻ അനുകൂലമായി, ഇസ്രായേൽ അനുകൂലമായ പ്രകടനം നടത്താൻ വേണ്ടി KPCC-യെ പോലും വെല്ലുവിളിച്ച ഒരാളാണ്. അപ്പൊ അങ്ങനെ വെല്ലുവിളിച്ചിട്ടുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം പിണറായിക്കെതിരെയോ ഈ ഭരണത്തിനെതിരെയോ ഇതേവരെ ഒരു തരത്തിലുള്ള ചർച്ചയും നടത്താതിരുന്നത്? അങ്ങനെ നടത്താതിരുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് അവിടെ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു വലിയ ഉത്തരം മുമ്പിലേക്ക് വരികയാണ്. ആ ഉത്തരം എന്താണെന്ന് അറിയാമോ? അതായത് ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലായിരുന്നുവെങ്കിൽ CPM-ലേക്ക് മാറാൻ പലപ്പോഴും ആര്യാടൻ ഷൗക്കത്ത് ഉദ്ദേശിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരമായി അവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. ഇനി ഇതൊക്കെ പോട്ടെ, ഇതിനപ്പുറത്തേക്ക് അവിടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുണ്ടല്ലോ, വന്യമൃഗ ആക്രമണമുണ്ട്. ആ വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട് പോലും ഒരു ശക്തമായ പ്രതിഷേധമോ ഒരു നടപടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിന്റെയൊക്കെ ആകത്തുക എന്താണ്? വലിയ തോതിൽ പിണറായി വിജയനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. ആ ഭരണവിരുദ്ധ വികാരം മൊത്തത്തിൽ UDF-ന് കിട്ടിയിരുന്നുവെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷെ ഒരു 30,000 35,000 വോട്ടിന് വരെ ജയിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്ന് അൻവർ മാറുകയപ്പോൾ തന്നെ അത് പിന്നോട്ട് പോയി. അൻവർ മാറിയപ്പോൾ അൻവർ പറഞ്ഞിട്ടുള്ള ഏറ്റവും കാതലായ വിമർശനം എന്താണെന്ന് അറിയോ? ആ വിമർശനം, ആര്യാടൻ ഷൗക്കത്തിന് പിണറായിസത്തെ നേരിടാൻ
കഴിയില്ല എന്നാണ്. കഴിയില്ല. അത് ജയിക്കാൻ കഴിയില്ല എന്നാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കും? അപ്പൊ അല്ല, ഇത് അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന അവിടെ പിണറായിക്കെതിരെയുള്ള ഒരു കുന്തമുനയായി, പ്രതിപക്ഷത്തിന്റെ ഒരു കുന്തമുനയായി മാറിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ PV അൻവറാണ്. അതെ. അവിടെ ഒരിക്കലും ഷൗക്കത്ത് അവിടെ രംഗത്തെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അവിടെ വലിയ തോതിൽ ആര്യാട് ഷൗക്കത്തിനെതിരെ ഞാൻ പറഞ്ഞ 1, 2, 3, 4, 5 ഘടകങ്ങളായിട്ട് വലിയ തോതിലുള്ള ഒരു വികാരമായി മാറുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണാൻ കഴിയുന്ന ഒരു കാര്യം. ഇത് യഥാർത്ഥത്തിൽ VD സതീശനും അതുപോലെ ഷാഫി പറമ്പിലും അതുപോലെ PC വിശ്വനാഥനെയും പോലെയുള്ള ബുദ്ധിയുള്ള ആളുകൾ കുറച്ചുകൂടി കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അവരിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെയെങ്കിലും പിന്തുണ പോരട്ടെ എന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ അവിടെയുള്ള യാതൊരുവിധ പ്രശ്നങ്ങൾ, പിന്നെ ഷൗക്കത്ത് വന്ന് ആകെ നടത്തിയ ഒരു പ്രസ്താവന എന്താ? ആ പ്രസ്താവന ഒരു അനന്തു എന്ന് പറയുന്ന ഒരു കുട്ടി മരിച്ചു. ആ കുട്ടി ദൗർഭാഗ്യകരമായ സംഭവമാണ്, പന്നിക്കിടി വെച്ചതിലാണ് മരിച്ചത്. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് നടത്തിയ പ്രസ്താവന മിനിറ്റുകൾക്ക് ശേഷം നടത്തിയത് ഇത് സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണെന്നാണ്. അത് തന്നെ പിന്നീട് തിരിച്ചടിയായി. കാരണം നമ്മളിവിടെ ചർച്ച ചെയ്തതാണ്. മറ്റേ പത്തനാപുരത്തു നിന്നുള്ള ജ്യോതികുമാർ ചാമക്കാലയൊക്കെ വന്ന് പ്രകടനം നടത്തി. അപ്പൊ അന്ന് തന്നെ PV അൻവർ പറയുന്നത് ഈ പ്രകടനത്തിനൊന്നും ഒരു കാര്യമില്ല, കാരണം പ്രകടനം എന്ന് പറയുന്നത് കുഴപ്പമില്ല, പ്രകടനം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള ആളുകളല്ല നടത്തിയിട്ടുള്ളത്, ഈ പ്രകടനം നടത്തിയവരൊന്നും ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളത്. പുറത്തുനിന്നുള്ളവരാണ്. അവരെ ബലമായി വന്ന ആര്യ ഷൗക്കത്ത് പിടിച്ചിറക്കി പോലീസുകാരൊക്കെ കൊടുക്കാതെ കൊണ്ടുപോയി എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ടിട്ട് വലിയ തോതിൽ ഇത്തരത്തിൽ പിന്നെ ഇതിന്റെ അടുത്ത എഫക്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തേക്കുന്ന M സ്വരാജിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരെ പറയാം, ബാക്കിയുള്ള കാര്യങ്ങൾക്കെതിരെ പറയാം, പക്ഷെ വ്യാപാരികളോട് പിരിവടത്തി എന്ന് പറയാൻ പറ്റില്ല. റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളുണ്ട്, അതിനകത്ത് ഇടപെട്ട് അന്യായമായിട്ട് ആളുകൾക്ക് വേണ്ടി ഇടപെട്ടിരുന്നു എന്ന് പറയാൻ മണ്ഡലത്തിൽ ഇല്ലാത്ത ആള് മാത്രമല്ല, കേരളത്തിൽ മണ്ഡലത്തിൽ ഇല്ലാത്ത ആളെന്ന് പറഞ്ഞാൽ അദ്ദേഹം മറ്റേ ന്യൂയോർക്കിലോ അല്ലെങ്കിൽ സാൻ ഫ്രാൻസിസ്കോയിലോ ഉള്ള ഒരാളല്ലല്ലോ, കേരളത്തിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ആ സെക്രട്ടേറിയറ്റ് മെമ്പർക്കെതിരെ പോലും പറയാനായിട്ടൊരു ആരോപണം ഇല്ല. അപ്പൊ അത്തരത്തിൽ ആരോപണം ഇല്ലാതിരിക്കുകയും ഇപ്പുറത്ത് PV അൻവർ എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള ഒരാൾ നിൽക്കുകയും ചെയ്യുമ്പോൾ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ അതിന്റെ ഒരു വലിയ ശതമാനം PV അൻവറിലേക്ക് പോകുമെന്ന് പറയുന്ന ഭയം ഇവർക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം. അതുകൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ PV അൻവറിനെതിരെ ആഞ്ഞടിക്കുകയും രാത്രി 11:30 ചർച്ച നടത്താൻ വേണ്ടി വീട്ടിൽ ചെല്ലുകയും ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിലമ്പൂരിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രവചനം പോലും അസാധ്യമാകുന്ന ലെവലിലേക്കാണ് നിലമ്പൂർ പോയിക്കൊണ്ടിരിക്കുന്നത്. അൻവറിന്റെ സാധ്യതകൾ എന്തൊക്കെയായിരിക്കും ഇപ്പോൾ? അൻവറിന്റെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ അൻവർ നല്ല രീതിയിൽ അവിടെ വോട്ട് പിടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം അദ്ദേഹം 9 കൊല്ലമായിട്ട് അവിടെ നിലനിൽക്കുന്ന ഒരു MLA ആണ്. നിരവധി വ്യക്തിബന്ധങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട്. പിന്നെ ഞാൻ പറയുന്നത് ഇതിനെല്ലാറ്റിനും ഉപരി അൻവർ എന്ന് പറയുന്നത് ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കുന്തമുനയായിരുന്നു PV അൻവർ എന്ന് പറയുന്നത്. അപ്പൊ PV അൻവറിന് അത്തരത്തിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ ആര്യ ഷൗക്കത്തിലേക്ക് എത്തില്ല, പകരം PV അൻവറിലേക്ക് എത്തും. ഇതിനെ ഭയന്നുകൊണ്ടാണ് ഇപ്പൊ കോൺഗ്രസിലെ നേതാക്കന്മാരെല്ലാം പത്രസമ്മേളനം നടത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റേ ആര്യ ഷൗക്കത്തിന് കൊടുത്തില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല, അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ ഷൗക്കത്തിന് കിട്ടണം. പക്ഷെ അവിടെയുള്ള മഹാഭൂരിപക്ഷം ജനങ്ങളും പറയുന്ന വാചകം എന്താണെന്നറിയോ? ജനങ്ങൾ, നമ്മൾ സംസാരിച്ച ജനങ്ങൾ മുഴുവൻ പറയുന്നത് അവിടെ PV അൻവർ ജയിക്കാൻ സാധ്യതയുള്ളൂ, അതുകൊണ്ട് ഷൗക്കത്തിന് കിട്ടേണ്ട വോട്ട് പോലും കൊടുക്കണമെന്നാണ്. ഇനി താങ്കൾ പറയുന്ന മറ്റൊരു വാചകമുണ്ട്, അതുകൂടി പറഞ്ഞുതരാം. അവിടെ ഷൗക്കത്തിന്റെ സാധ്യതകൾ മങ്ങുന്ന ഏറ്റവും വലിയ രണ്ടാമതൊരു ഘടകമുണ്ട്, അത് കോൺഗ്രസിനുള്ളിലെ പിളർപ്പാണ്. അതിന് മാത്രമല്ല കോൺഗ്രസ് പറഞ്ഞുതരാം. പാര്യാട് ഷൗക്കത്ത് അവിടെ നിന്ന് അവരെ ജയിക്കുകയാണെന്ന് വിചാരിക്കും. ജയിച്ചാൽ അടുത്ത കോൺഗ്രസിന്റെയൊക്കെ നില അനുസരിച്ച് അടുത്ത 50 കൊല്ലത്തോളം ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്ത് ചെയ്യാം, ഷൗക്കത്തിന് MLA ആകാം. സീറ്റ് വിട്ടു കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരാളെയും കോൺഗ്രസ് പാർട്ടി മാറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് മാറ്റേണ്ടി വരില്ല. അതേസമയം അവിടുത്തെ DC പ്രസിഡന്റ് VS ജോയിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് അർഹതപ്പെട്ട സീറ്റ് തട്ടിയെടുത്താണെന്ന് പറയുന്ന ഒരു തോന്നലുണ്ട് ആളുകൾ. ഓക്കെ, ഏറ്റവും കുറഞ്ഞ പക്ഷേ 2 പഞ്ചായത്തിലെങ്കിലും ആ തോന്നൽ വലിയ രൂക്ഷമാണ്. ഇനി മൂന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയാമോ? മൂന്നാമത്തെ പ്രശ്നം, അതുകൊണ്ട് തന്നെ അവിടെ ആര്യ ഷൗക്കത്ത് തോക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? VS ജോയിയുടെ ആവശ്യമാണ്. VS ജോയാണ് അവിടെ DC പ്രസിഡന്റായിട്ട് ഇരിക്കണേ, അതൊരു കാര്യം. അതുകൊണ്ട് വലിയ തോതിൽ അവിടെ കഴിഞ്ഞ തവണ VV പ്രകാശിനെ കാലുവാരിയത് ഷൗക്കത്താണ്. അപ്പൊ അവര് കാലുവാരാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഇനി ഇത് പോട്ടെ, കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? കോൺഗ്രസിന്റെ അവസ്ഥ, KPC പ്രസിഡന്റ് ആയിരുന്ന K സുധാകരനോട് ഈ തീരുമാനം ആലോചിച്ചിട്ടില്ല സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ. മറ്റ് എല്ലാ നേതാക്കന്മാർ, K മുരളീധരൻ, രമേശ് ചെന്നിത്തല, ഇത്തരത്തിലുള്ള എല്ലാ നേതാക്കന്മാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണ്?
വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് വേറെ ആരെയും കൊണ്ട്, കാരണം വി ഡി സതീശൻ കോൺഗ്രസ് പാർട്ടിയിൽ പണ്ട് കെ കരുണാകരനോ എ കെ ആന്റണിയോ ഒക്കെ ഉണ്ടായിരുന്ന പോലെ ഒരു അപ്രമാദിത്വമുള്ള നേതാവായി ഉയരുകയാണ്. അപ്പോൾ ഉയരുന്ന സ്റ്റെപ്പിലേക്ക് സ്വാഭാവികമായിട്ട് ഈ ഒരു വിജയവും കൂടി ഒരു 10,000 വോട്ട് കൂടുതൽ മേടിച്ചു, ഒരു 20,000 വോട്ടൊക്കെ മേടിച്ചു വെച്ചാൽ തീർച്ചയായിട്ടും അടുത്ത ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റായി വി ഡി സതീശൻ മാറും. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയ നേതാക്കളുടെ ഒരു വലിയ ഗ്രൂപ്പ് തന്നെ ഇതെങ്ങനെയും ഇവിടെ തോറ്റാ കൊള്ളാമെന്നോ അല്ലെങ്കിൽ വലിയ മാർജിനിൽ ജയിക്കരുതെന്നോ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു 5,000 വോട്ടോ 10,000 വോട്ട് താഴെ ജയിച്ചാൽ പോലും അവിടെ കാര്യമില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ജയം പോലും അസാധ്യമാകുന്ന ലെവലിലേക്ക് വലിയ തോതിൽ ഇത്തരത്തിൽ ഒരു ഷൗക്കത്ത് വിരുദ്ധ തരംഗം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ സംസാരിച്ച ആളുകളിൽ. അത് സംസാരിച്ച ആളുകൾ കുറവാണ്, പക്ഷെ നമ്മൾ അത്തരത്തിൽ സാമ്പിൾ സ്പേസ് എടുത്തിട്ടുള്ള ആളുകളിൽ നിന്ന് പോലും നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമെന്ന് പറയും. അപ്പൊ ഇത്തരത്തിൽ നിലപാടുകളിൽ ഒരു സ്ഥിരതയില്ല. അപ്പൊ ഈ പറയുന്ന വാക്കുകളെല്ലാം തന്നെ ഒരു വഞ്ചനാപരമായ വാക്കുകളാണ് എന്ന് ആളുകൾക്ക് തോന്നുകയാണ്. ആ തോന്നുന്നതിനോടൊപ്പമാണ് കോൺഗ്രസിനകത്ത് ഇത്ര വലിയ പടയൊരുക്കം ഉണ്ടാവുന്നത്. ഞാനിപ്പോ പേര് പറയുന്നില്ല, പേര് പറയുന്നത് തെറ്റായതുകൊണ്ടാണ്. സഭാന് കൃത്യമായിട്ട് അറിയാം, നമ്മൾ വ്യക്തിപരമായ അവിടെ വലിയ ഉയർന്ന നേതാക്കളായിട്ടൊരു 3-4 പേരായിട്ട് സംസാരിച്ചു. ആ സംസാരിച്ചാൽ പോലും 32,000 വോട്ടിനൊക്കെ ജയിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു വരുമ്പോ തന്നെ അവരെല്ലാവരും പറഞ്ഞു അതൊക്കെ പോയില്ലേ, അതൊക്കെ തീർന്നില്ലേ എന്നാണ് ചോദിച്ചത്. സാഹചര്യം മാറിയില്ലേ എന്ന് ചോദിച്ചു. ഓർക്കണ്ടല്ലോ അത് ഏത് നേതാക്കന്മാരാണ് ഈ ഇലക്ഷന്റെ ചുമതലകൾ വഹിക്കുന്ന ആളുകളാണ് ചോദിക്കുന്നത്. അതായത് അവർക്ക് പോലും ഈ പറയുന്ന ഒരു തോന്നലുണ്ട്. ആ തോന്നലിൽ നിന്നാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ കൂട്ടുകെട്ട് ഉണ്ടാകുന്നത്. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടുകെട്ട് വലിയ തോതിൽ ഡാമേജ് ഉണ്ടാക്കും ഷൗക്കത്തിന്. എന്താണ് സംഭവിക്കാൻ പോണത്? ഹിന്ദു വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും വലിയ നിർണായകമാണ്. അപ്പൊ ഹിന്ദു വോട്ടുകൾ ഏതാണ്ട് പകുതിയോളം ഹിന്ദു വോട്ടുകളാണ്, ഈക്വലാണ് മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ. മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ജമാഅത്തെ ഇസ്ലാമിയോട് വലിയ തോതിൽ വിരോധമുണ്ട്. കാരണം സുന്നി EK സുന്നിയും AP സുന്നിയും വിഭാഗങ്ങളൊക്കെ തന്നെ ഇവർക്കെതിരെ ആണ്. രണ്ടാമത്തത് എന്താണ്, മറ്റേ കാത്തലിക് കൗൺസിലിന്റെ വലിയ തോതിലുള്ള എതിർപ്പുണ്ട്. മൂന്നാമത്തത് എന്താണ്, ഹിന്ദുക്കളുടെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു സംഘടനയൊന്നും വന്ന് എതിർപ്പൊന്നും പറയില്ല. പക്ഷേ ഹിന്ദുക്കളുടെ ഇടയ്ക്ക് BJP ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു നരേറ്റീവിന്റെ ഭാഗമായി ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ മതനിരപേക്ഷത പുലർത്തുന്ന എല്ലാവർക്കും വെറുപ്പാണ്. അപ്പൊ അവരെ കൂടി നിങ്ങൾ കൂട്ടുപിടിച്ചുകൊണ്ടാണെങ്കിൽ അന്ന് ഒന്ന് ജയിച്ച് കാണട്ടെ എന്ന് പറയുന്ന ഒരു വികാരം കൂടി ഞാൻ പറയുന്നത്. ഇത്തരത്തിൽ നമ്മൾ കൃത്യമായി എടുത്തു നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് വളരെ സൂക്ഷ്മമായി നമ്മൾ വിലയിരുത്തിയാൽ താഴെത്തട്ട് മുതൽ മുകളിൽ തട്ട് വരെയുള്ള ആളുകളിൽ സ്വാഭാവികമായിട്ട് ഇതുണ്ട്. ഇനി സഭാനെടുത്ത് മറ്റൊരു കാര്യം, ഇതിനെങ്ങനെയാണ് KPCC മറികടക്കാന്ന് വിചാരിക്കണമെന്ന് അറിയോ? അതാണ് അടുത്ത തമാശ. എങ്ങനെയാണ്? അടുത്ത തമാശ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അവിടെയുള്ള പല പഞ്ചായത്തുകളും ഓരോ MLAക്ക് ചാർജ് കൊടുത്തേക്കണേ. മനസ്സിലായി? ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് അറിയാലോ, ഇപ്പൊ ആലുവ MLAക്ക് അവിടെ ഒരു പഞ്ചായത്തിന്റെ ചാർജ് ഉണ്ട്. അവിടെ ചാണ്ടി ഉമ്മന് ഒരു പഞ്ചായത്തിന്റെ ചാർജ് ഉണ്ട്. ഈ ചാണ്ടി ഉമ്മനും ഈ പറയുന്ന നമ്മുടെ ആലുവയിലുള്ള MLAയും ഒക്കെ കൂടിയിട്ട് വീടുകൾ കയറിയത് കൊണ്ട് വോട്ടുകൾ പെട്ടെന്ന് മാറും അവിടെ. ഞാൻ പറയുന്നത് ഈ എന്റെ വീട്ടിൽ വന്ന് അൻവർ സാദത്തും ചാണ്ടി ഉമ്മനും ഒക്കെ കയറിയിട്ട് വോട്ട് വേണമെന്ന് പറഞ്ഞിട്ട് പോവാണ്. ശരിയാണ്, ഒരു MLA എന്റെ വീട്ടിലേക്ക് വരുമ്പോൾ മര്യാദക്ക് പെരുമാറും, ഒരു ചെറിയ സന്തോഷമൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ഈ സന്തോഷം തോന്നിയതിന്റെ തൊട്ടടുത്ത ഘട്ടത്തിൽ എന്താ കാണുന്നതെന്ന് അറിയോ? പുലിയോ ആനയോ കടുവയോ പന്നിയോ വന്ന് വീണ്ടും മുമ്പിലേക്ക്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ കോൺഗ്രസ് വിചാരിക്കുന്ന പോലെ എളുപ്പത്തിൽ മറികടക്കാം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. അത്തരത്തിലുള്ള ഒരു മൈക്രോ ലെവൽ മാനേജ്മെന്റ് VD സതീശന്റെ നേതൃത്വത്തിലൊക്കെ നടക്കുന്നുണ്ട്. അത് പലപ്പോഴും മറ്റു പല സ്ഥലങ്ങളിലും വിജയിച്ചില്ല എന്നൊക്കെ ഇപ്പൊ ചോദിക്കാം. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഒക്കെ അവിടെയൊക്കെ വിജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള വലിയ തോതിലുള്ള എതിർപ്പ് ഉണ്ടായിരുന്നില്ല, ഒരു വിരങ്കാരം ഉണ്ടായിരുന്നില്ല. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥി അതുവരെ വലിയ ഇമേജ് ഉള്ള മിടുക്കനായിട്ടുള്ള ഒരാളായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മൻ അല്ല മത്സരിച്ചത്, മരിച്ചുപോയ ഉമ്മൻചാണ്ടിയാണ്. അവിടെ ജയിക്കുമെന്നുള്ളതിൽ ആർക്കും തന്നെ തർക്കം ഇല്ലായിരുന്നു. തൃക്കാക്കരയിൽ PT തോമസ് അല്ല മത്സരിച്ചത്, PT തോമസിന്റെ ഭാര്യയാണ് മത്സരിച്ചത്. PT തോമസിന്റെ മരണശേഷം ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരാൾക്ക് സംശയം ഇല്ല. ആ സിറ്റുവേഷൻ അല്ല ഇപ്പോ. മനസ്സിലായോ? ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ ചേലക്കരയിൽ പോലും വേണമെങ്കിൽ കോൺഗ്രസിന് ജയിക്കാമായിരുന്നു. കാരണം 9,000 വോട്ട് BJPക്ക് 10,000 വോട്ട് കൂടി 3,920 വോട്ടുകൾ PV അൻവറിന്റെ പാർട്ടി പിടിച്ചു. ഈ 2 വോട്ടുകളും കൂടെ ഉണ്ടെങ്കിൽ 12,000 എന്ന് പറയുന്ന ചേലക്കരയിൽ LDF കഴിഞ്ഞ ഭൂരിപക്ഷത്തെ മറികടക്കാമായിരുന്നു. അപ്പൊ അതും കടക്കാൻ കഴിഞ്ഞില്ല.
അതിനേക്കാൾ വലിയ പാളിച്ചയായിരിക്കും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഒരു സംശയവും എനിക്കില്ല. അവിടെ കാണുന്നത് ഷൗക്കത്ത് വിരുദ്ധ വികാരമാണ്. അപ്പോ ഇനി LDF കൂടുതൽ സാധ്യത ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ LDF PV അൻവർ എത്രത്തോളം വോട്ട് പിടിക്കുമെന്ന് നമുക്കിപ്പോൾ കൃത്യമായി പറയാൻ പറ്റില്ല. ഞാനത് 19-ാം തീയതിക്ക് ശേഷം പറയാം, കാരണം ഇപ്പോൾ പറയുന്നത് ശരിയല്ല. പക്ഷെ അദ്ദേഹം നിർണായകമായിട്ടുള്ള ഒരു വോട്ട് പിടിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പിടിക്കുന്നതിലെ മഹാഭൂരിപക്ഷ വോട്ടുകളും അസംതൃപ്തരായിട്ടുള്ള കോൺഗ്രസ്സുകാർ മറിക്കുന്ന വോട്ടുകൾ കൂടി അദ്ദേഹത്തിന് കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ സ്വരാജിന് തന്നെ കിട്ടിയേക്കാം. സ്വരാജിന് കിട്ടിയാലും സ്വരാജ് ജയിക്കാനുള്ള വലിയ സാധ്യതകൾ അവിടെ നിലനിൽക്കുന്നുണ്ട്.